പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മൾ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ 77 വർഷം പൂർത്തീകരിച്ച ഒരു സുദിനത്തിലാണ് ഇന്ന് നമ്മളുള്ളത്. മുസ്ലിം ലീഗിൻ്റെ സ്ഥാപക ദിനം, അതിനെക്കുറിച്ച് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് പ്രിയങ്കരനായ പെരിന്തൽമണ്ണ നിയോജക മണ്ഡലം മുസ്ലിം ലീഗിൻ്റെ കരുത്തനായ അമരക്കാരൻ, സംഘടനാ തലത്തിൽ തിരഞ്ഞെടുപ്പുകൾക്കൊക്കെ ചുക്കാൻ പിടിച്ചുകൊണ്ട് മുസ്ലിം ലീഗിനെ പെരിന്തൽമണ്ണ നിയോജക മണ്ഡലത്തിൽ കരുത്തോടെ ഞങ്ങൾക്കെല്ലാം നേതൃത്വം നൽകുന്ന പ്രിയങ്കരനായ പെരിന്തൽമണ്ണ നിയോജക മണ്ഡലത്തിൻ്റെ കരുത്തനായ അമരക്കാരൻ എ.കെ. നാസർ മാസ്റ്ററാണ്. ഇന്ന് നമ്മുടെ ഈ വീഡിയോയിൽ നമ്മുടെ പ്രസ്ഥാനത്തിൻ്റെ 77ാമത് സ്ഥാപക ദിനത്തിൽ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യപ്പെടുന്നത് പ്രിയപ്പെട്ട നാസർ മാഷോടുകൂടെയാണ്. മുസ്ലിം ലീഗ് ഈ 77 വർഷം പൂർത്തീകരിച്ച് നിൽക്കുമ്പോൾ ഈ മുസ്ലിം ലീഗിൻ്റെ ഏതാണ്ട് തുടക്കം തൊട്ട് ഈ ഒരു കാലയളവിലുള്ള പ്രധാന പോയിന്റുകൾ നാസർ മാഷ് പോയിന്റുകളിലൂടെ വിശദീകരിക്കുമെന്നുള്ള പ്രതീക്ഷയിലാണ് നമ്മൾ ഈ വീഡിയോ തുടങ്ങുന്നത്. മുസ്ലിം ലീഗിൻ്റെ ഒരുപാട് ചരിത്ര സംഭവങ്ങൾ നമുക്ക് കാണാം. എണ്ണത്തിലല്ല, വലുപ്പത്തിലാണ് മുസ്ലിം ലീഗ് എന്നുള്ളത് കരുത്തോടെ അന്നും ഇന്നും തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ്. എല്ലാ മേഖലയിലും മുസ്ലിം ലീഗ് എണ്ണത്തിൽ കൂടുതലില്ലെങ്കിൽ പോലും ഏറ്റെടുക്കുന്ന കാര്യങ്ങൾ രാജ്യത്തെ 140 കോടി ജനതയ്ക്ക് ആശാവഹരമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചുകൊണ്ട് ഈ 77 വർഷം പൂർത്തീകരിക്കുമ്പോഴും മുസ്ലിം ലീഗ് എന്നും അജയ്യമായി മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. അതേക്കുറിച്ചൊക്കെ ബഹുമാന്യനായ നാസർ മാഷ് സൂചിപ്പിക്കുമെന്നുള്ളതുകൊണ്ട് ഇന്നത്തെ വീഡിയോയിലേക്ക് വളരെ സ്നേഹത്തോടെ ഹാർദവുമായി സ്വാഗതം ചെയ്യുകയാണ്. അതോടൊപ്പം തന്നെ മുസ്ലിം ലീഗ് പ്രസ്ഥാനത്തിൽ നീണ്ട ഒരു 10-28 വർഷത്തോളം സംഘടനാ സംവിധാനത്തിൽ ഒരു പ്രവർത്തകനായി എന്നുള്ളതിൽ ഏറെ സന്തോഷിക്കുകയാണ്. അൽഹംദുലില്ലാ, സ്വന്തം തൊഴിലാളി യൂണിയൻ എസ്.ടി.യുവിൻ്റെ ഒരു സംഘാടകൻ എന്നുള്ള നിലക്ക് ഈ നീണ്ട ഒരു 3 പതിറ്റാണ്ടോളം ഈ സംഘടനാ സംവിധാനത്തിൽ പ്രവർത്തിക്കുന്നു എന്നുള്ള ഒരു വലിയ അഭിമാനം കൂടി നമ്മൾ ഈ പ്രസ്ഥാനത്തെ നമ്മൾ അനുസ്മരിക്കുമ്പോൾ അതുകൂടി എടുത്തു പറയേണ്ടതാണ്. സംഘടനയിൽ ഒരു 3 പതിറ്റാണ്ടോളം സംഘടനയിൽ പ്രവർത്തിച്ച് നമുക്ക് ഒരുപാട് സംഘടനാ സംവിധാനത്തിൽ പ്രവർത്തിച്ച് നമുക്ക് സംഘടനാ തലത്തിൽ ഒരുപാട് ഉയർച്ചകളും മറ്റൊക്കെ നമ്മളിലൂടെ നേടിയെടുക്കാനും സംഘടനക്കും പാർട്ടിക്കും അതുവഴി ഒരുപാട് സംഭാവനകൾ നൽകാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. ഏതായാലും അതുകൂടി ഈ സമയത്ത് ഉൾപ്പെടുത്തുന്നു എന്ന് മാത്രം. ഏതായാലും ചർച്ചയിലേക്ക് കടക്കുകയാണ്. പ്രിയങ്കരനായ നാസർ മാഷ് സ്ഥാപക ദിനത്തെക്കുറിച്ച് വളരെ കൃത്യമായി പ്രതിപാദിക്കുമെന്നുള്ളതുകൊണ്ട് അതിലേക്ക് പ്രിയപ്പെട്ട നാസർ മാഷ് വളരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്തു. പ്രിയങ്കരനായ അഷ്റഫ്, ഇവിടെ ഇന്നത്തെ ഈ മുസ്ലിം ലീഗിൻ്റെ സ്ഥാപക ദിനവുമായി ബന്ധപ്പെട്ട് സംസാരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഒരു അഭിമുഖം എന്നുള്ള നിലയ്ക്ക് പരിപാടി സംഘടിപ്പിച്ചത്. നമുക്കറിയാം, മുസ്ലിം ലീഗ് പ്രസ്ഥാനം രൂപീകൃതമായിട്ട് 77 വർഷം പൂർത്തീകരിക്കുകയാണ്. 1947 ആഗസ്റ്റ് മാസം 15-ന് നമ്മുടെ രാജ്യത്തിന് സ്വാതന്ത്ര്യം ലഭിക്കുകയുണ്ടായി. ആ സ്വാതന്ത്ര്യ ലബ്ധിക്ക് മുമ്പ് തന്നെ അവിഭക്ത ഭാരതത്തിൽ 1906 സ്ഥാപിച്ച മുസ്ലിം ലീഗ് ഇവിടെ വലിയൊരു ശക്തിയായിട്ട് മുന്നോട്ട് പോവുകയായിരുന്നു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗും ആ രൂപത്തിൽ തന്നെ മുന്നോട്ട് പോകുന്ന ഒരു കാലഘട്ടമായിരുന്നു സ്വാതന്ത്ര്യത്തിന് മുമ്പുണ്ടായിരുന്നത്. അപ്പം അതിനുശേഷം നമുക്ക് ഇന്ത്യ രാജ്യം സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷം ഈ ഒരു പാർട്ടി വേണോ വേണ്ടയോ എന്നുള്ള വലിയ ചർച്ചയുടെ ഒരു കാലഘട്ടമായിരുന്നു. അപ്പോൾ ആ ഒരു സമയത്ത് രാജ്യത്തിൻ്റെ ഒരു രൂപീകരണവുമായി ബന്ധപ്പെട്ടിട്ട് രാജ്യതലസ്ഥാനത്ത് ഉൾപ്പെടെ പല സ്ഥലങ്ങളിലും വലിയ വർഗീയ കലാപങ്ങളും പ്രതിസന്ധികളും പ്രശ്നങ്ങളും പൊട്ടിപ്പുറപ്പെടുണ്ടായി. ആ ഒരു ഘട്ടത്തിൽ ഇവിടുത്തെ ന്യൂനപക്ഷങ്ങൾ ഇവിടെ ജീവിക്കണോ അതോ പാകിസ്ഥാനിലേക്ക് പോകണോ എന്ന് വരെ ചർച്ച ചെയ്യുന്നൊരു കാലഘട്ടത്തിൽ ഇവിടെയുള്ള ആളുകൾ ഇന്ത്യ രാജ്യത്ത് തന്നെ ജീവിക്കാനും അതേപോലെ തന്നെ ഈ രാജ്യത്തിൻ്റെ മഹിതമായ പാരമ്പര്യം നിലനിർത്തി മുന്നോട്ട് പോകാനും തീരുമാനിച്ച് മുന്നോട്ട് പോയപ്പോൾ ഈ പ്രസ്ഥാനത്തെ സംബന്ധിച്ചും അതിൻ്റെ ആളുകൾ ആലോചിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ കായികമില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബ് ഉൾപ്പെടെയുള്ള ഒരു 30-30ഓളം കൗൺസിലേഴ്സ്, മദ്രാശിയിൽ നിന്നാണ് ഏറ്റവും കൂടുതലായിട്ട് ആളുകൾ പങ്കെടുത്തത്. ബാക്കി പല ഭാഗത്തു നിന്നും പങ്കെടുത്ത മുസ്ലിം ലീഗിൻ്റെ ആ കൗൺസിലർമാർ അന്ന് കേരളത്തിൻ്റെ കൂടി ഭാഗമായിരുന്നു. അന്ന് കേരളം സംവിധാനമില്ലല്ലോ, കേരള സംവിധാനമില്ല. അപ്പോൾ മദ്രാശിയുടെ ഭാഗമാണ് നമ്മുടെ മലബാർ ഏരിയ. അപ്പോൾ ആ ഒരു
പ്രദേശത്തു നിന്നാണ് ഏറ്റവും കൂടുതൽ ആളുകൾ ഉണ്ടായിരുന്നത്. അപ്പോൾ അവരെല്ലാവരും പാടെ രാജാജി ഹാളിൽ, ഇന്നത്തെ ബാങ്കറ്റ് ഹാൾ, അവിടെ ഒരുമിച്ച് കൂടി. പിന്നെ ഈ മുസ്ലിം ലീഗ് വേണോ വേണ്ടേ എന്നുള്ളതാണ് ചർച്ച. അപ്പോൾ അതിൽ ഒരു 9 ആളുകളോ മറ്റാണ് വേണ്ട എന്നുള്ള രൂപത്തിൽ തീരുമാനിച്ചത്, അഭിപ്രായം പറഞ്ഞത്. പക്ഷെ ബാക്കിയുള്ള ആളുകൾ ഈ പ്രസ്ഥാനം മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് തീരുമാനിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ കാര്യമല്ലത്ത് ഇസ്മായിൽ സാഹിബ് പ്രസിഡന്റും മെഹബൂബ് അലി ബാഗ് സെക്രട്ടറിയുമായിട്ട് പുതിയ പാർട്ടി എന്നുള്ള നിലക്ക് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് നിലവിൽ വന്നു. ആ മുസ്ലിം ലീഗ് നിലവിൽ വന്നതിന് ശേഷം നമ്മെ സംബന്ധിച്ചിടത്തോളം വന്ന് പിന്നെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയായിരുന്ന നെഹ്റു അടക്കമുള്ള ആളുകൾ മുസ്ലിം ലീഗ് പ്രസ്ഥാനത്തെ പിരിച്ചുവിടണം, അല്ലെങ്കിൽ അത് തുടർന്ന് വേണ്ട എന്നുള്ള നിർദ്ദേശം വെച്ചു. മാർച്ച് മാസം 10-ാണ്. അതാണിപ്പോൾ ഇന്നത്തെ ദിവസം, മാർച്ച് 10 നമ്മുടെ സ്ഥാപക ദിനം. അപ്പോൾ ആ ഒരു പിന്നെ രൂപീകരണത്തിന് മുമ്പ് ഇനിയൊരു പ്രസ്ഥാനം വേണ്ട, നിങ്ങളുടെ സമുദായത്തിനെ ഞങ്ങൾ സംരക്ഷിച്ചു കൊള്ളാം, അപ്പോൾ നിങ്ങൾക്ക് എന്ത് സ്ഥാനം വേണമെങ്കിലും ഗവൺമെന്റിന് മറ്റും നൽകാമെന്ന് ഞങ്ങൾ പറഞ്ഞു, കൈതമല്ലത്തിനോട് പറഞ്ഞു. അപ്പോൾ കൈതമല്ലത്ത് കൊടുത്ത മറുപടി, താങ്കൾ പിന്നെ എത്ര കാലം ഇവിടെ പ്രധാനമന്ത്രിയാകും അത്രയും കാലം സുരക്ഷിതമായിട്ട് ഞങ്ങളുടെ ഒരു കാര്യങ്ങൾ നിങ്ങളുടെ കയ്യിലുണ്ടാകും ഞങ്ങൾക്ക് വിശ്വസിക്കാം. പക്ഷേ കാലാകാലങ്ങളിൽ ഇന്ത്യ രാജ്യത്ത് നിങ്ങളുടെ പ്രസ്ഥാനമായിരിക്കില്ലല്ലോ ഭരണത്തിലുണ്ടാവുക എന്നുള്ള വളരെ വലിയ ഒരു കാര്യമാണ് യാഥാർത്ഥ്യമായിട്ട്. അപ്പോൾ ആ ഒരു കാഴ്ചപ്പാടിലാണ് കായികമില്ലത്ത് മുസ്ലിം ലീഗുകളെ നിലനിർത്തണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ആളുകളോട് ഈ സന്ദേശം ഉയർത്തുകയും അതിൻ്റെ ഭാഗമായിട്ട് 1958 മാർച്ച് മാസം 10 ഇത് രൂപീകരണമാവുകയും ചെയ്തത്. പിന്നെ അതിനുശേഷമുള്ള കാലഘട്ടം ഇന്നിപ്പോൾ നമുക്കറിയാം. പിന്നെ ഈ മലബാറിൽ അല്ലെങ്കിൽ ഈ കേരളത്തിൽ ആണ് അത് ഏറ്റെടുത്ത വലിയൊരു സമൂഹം ഉണ്ടായത്. പിന്നെ തമിഴ്നാട്ടിലും അതുപോലെ തന്നെ നേരത്തെ ബംഗാളിലും അങ്ങനെ കുറേ സ്ഥലങ്ങളിൽ ഈ മുസ്ലിം ലീഗിന് MP-മാരും MLA-മാരും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ പല കാരണങ്ങളാൽ അത് വേണ്ട രൂപത്തിൽ അത് ആ സംസ്ഥാനങ്ങളിലൊന്നും മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞില്ല. ഇന്ന് മുസ്ലിം ലീഗ് വളരെ വലിയൊരു പ്രതാപത്തിൽ കേരളത്തിലും അതേപോലെ തന്നെ വലിയ മോശമല്ലാത്ത രൂപത്തിൽ തമിഴ്നാട്ടിലും നിലനിൽക്കുന്നുണ്ട്. നമുക്കറിയാം, ഇപ്പോൾ ഇന്ന് 5 MP-മാരുണ്ട് നമുക്ക്. അതേപോലെ തന്നെ 2 മറ്റേ രാജ്യസഭാംഗങ്ങൾ ഉൾപ്പെടെ 5 MP-മാരുണ്ട്. ഇപ്പോൾ നമ്മൾ ഈ കേരളത്തിൽ മുസ്ലിം സമുദായം നേടിയിട്ടുള്ള എല്ലാ പുരോഗതിയുടെയും അടിസ്ഥാനം മുസ്ലിം ലീഗാണ് എന്ന കാര്യത്തിൽ സംശയം എടുത്തു പറയേണ്ട വിഷയം തന്നെയാണ്. അപ്പോൾ ഇന്നലെ ഒരു ചർച്ചയുമായി ബന്ധപ്പെട്ട് നമ്മളെ ഈ പിന്നെ മറ്റേ ഇതിൻ്റെ നമ്മളെ ലഹരിയുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടർ ചാനലിൽ റിപ്പോർട്ടർ ചാനലിൽ മുനവറിൽ തങ്ങളോട് സൂചിപ്പിക്കുന്നുണ്ട്. മുസ്ലിം ലീഗ് എന്നും ഈ 2 ടൈമായിട്ട് ഇപ്പോൾ ഭരണത്തിലില്ലെങ്കിൽ പോലും വികസനത്തിന് മുസ്ലിം ലീഗ് എതിരല്ല, എല്ലാ കാര്യത്തിലും മുന്നിൽ നിന്ന് വികസന കാര്യങ്ങൾ മുന്നിൽ നിൽക്കുന്നുണ്ട് എന്നുള്ളത് മുനവറിൽ തങ്ങളോട് ഇന്നലെ ആ വിഷയത്തിൽ റിപ്പോർട്ടർ ചാനൽ സൂചിപ്പിക്കുന്നുണ്ട്. മുസ്ലിം ലീഗിന്റെ പ്രസക്തി എല്ലാ വാർത്താ മാധ്യമങ്ങളും ചർച്ച ചെയ്യുന്ന ഒരു കാലഘട്ടമാണ് ഇതെന്നുള്ളത്. ഇവിടെ രൂപീകൃതമാകുമ്പോൾ ഇവിടെ ഏതെങ്കിലും സംസ്ഥാനം ഭരിക്കുമെന്നോ MLA-മാരുണ്ടാവുമെന്ന് MP-മാരുണ്ടാവും, അതൊന്നും നമ്മുടെ ഒരു വിഷയമല്ലായിരുന്നു. ആ സംഘടിച്ചിട്ട് നമ്മുടെ ആ താല്പര്യം സംരക്ഷിക്കാൻ പറ്റുന്ന രൂപത്തിലുള്ളൊരു സംവിധാനം ഈ പ്രസ്ഥാനം കൊണ്ട് ഉണ്ടാക്കുക എന്നാണ് ഉദ്ദേശിച്ചത്. പിന്നെ ജീവകാരുണ്യ പ്രവർത്തനമൊക്കെ നമ്മൾ ഏറ്റെടുത്തിട്ട് നടത്തണം. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം അന്തസ്സാർന്ന നിലനിൽപ്പ്, അതാണ് അസ്തിത്വം നിലനിർത്തി മുന്നോട്ട് പോകുന്ന ഒരു സംഘടന എന്നുള്ളതാണ്. പിന്നെ അതിനുശേഷം കായികമില്ലത്തിന് ശേഷം നമുക്കറിയാം ഇന്ത്യ രാജ്യത്തിന്റെ പാർലമെന്റിൽ പല ആളുകൾ ഫോക്കസ് ആയിട്ടുണ്ടായിട്ടുണ്ട്. പാർലമെന്റിലെ ആദ്യ പാർലമെന്റിൽ തന്നെ മുസ്ലിം ലീഗിന് പ്രതിനിധി തുടക്കം മുതലുണ്ട്. തുടക്കത്തിൽ തന്നെ ആദ്യം മുതൽ പാർലമെന്റിന്റെ ആരംഭത്തിൽ തന്നെ മുസ്ലിം ലീഗിന്റെ പ്രതിനിധി ഉണ്ട്. അന്ന് തൊട്ട് ഇന്ന് വരെ മുസ്ലിം ലീഗിന് കാലഘട്ടം ഈ 77 വർഷം പൂർത്തീകരിക്കുമ്പോഴും അന്ന് തൊട്ട് 48 തൊട്ട് ഇന്ന് 2025 കാലഘട്ടത്തിലാണെങ്കിൽ പോലും ഒരു ടൈമിൽ പോലും മുസ്ലിം ലീഗിന് ജനപ്രതിനിധി ഇല്ലാതെ പാർലമെന്റ് അത് എടുത്തു പറയേണ്ട വിഷയമാണ്. ഒരാളാണെങ്കിലും പിന്നെ ഇപ്പൊ നിലനിൽക്കുന്ന 5 പേര് എത്തി നിൽക്കുമ്പോഴും ഒരാളാണെങ്കിലും ഒരു ടൈമിൽ ഒരാളെ മാത്രം ഇയാമ സാഹിബായിട്ട് പിന്നെ ഒരു ടൈമിൽ മാത്രമായി എന്നല്ല, ഏതൊരു കാലഘട്ടം നോക്കുകയാണെങ്കിലും അന്ന് തൊട്ട് ഇന്ന് വരെ മുസ്ലിം ലീഗിന് പാർലമെന്റിൽ ജനപ്രതിനിധി ഉണ്ടായിട്ടുണ്ട്. 543 അംഗ പാർലമെന്റില് മുസ്ലിം ലീഗിന്റെ 2, 3 അല്ലെങ്കിൽ 4, 5 വരെയുള്ള ആളുകൾ അവരാണ് ഇന്ത്യയിലെ മുസ്ലിങ്ങളെ പ്രതിനിധീകരിച്ചുകൊണ്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. തീർച്ചയായും മുസ്ലിങ്ങളും അതോടൊപ്പം തന്നെ മറ്റു പിന്നോക്കക്കാരുടെ വിഷയങ്ങളും
അപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ പിന്നെ എല്ലാ ആളുകളും മുസ്ലിങ്ങളുടെ വോട്ട് വാങ്ങിച്ചിട്ട് വിജയിച്ചിട്ട് എംപിമാരാകുന്നുണ്ട്. ഇന്ത്യ രാജ്യത്തിന്റെ പരമാവധി 140 കോടി ജനങ്ങളിൽ ഒരു 30 കോടിയിലധികം മുസ്ലിങ്ങളുണ്ടല്ലോ. അവരുടെയൊക്കെ വോട്ട് വാങ്ങിയിട്ട് അധികാരത്തിലെത്തുന്ന ആളുകൾ ഈ സമുദായത്തിന് ഒരു പ്രശ്നം വരുമ്പോൾ അതിനു വേണ്ടി ശബ്ദിക്കാൻ ഒരിക്കലും ഉണ്ടായിട്ടില്ല. അപ്പോൾ ഈ മുസ്ലിം ലീഗിന്റെ ജനപ്രതിനിധികൾ പാർലമെന്റിൽ ഉണ്ട് എന്നുള്ളതാണ് ഇക്കാലത്തും നമ്മുടെ ആളുകൾക്ക് ഇന്ത്യ രാജ്യത്ത് ന്യൂനപക്ഷ പിന്നോക്ക വിഭാഗത്തിനും പട്ടികജാതിക്കാർ ഉൾപ്പെടെയുള്ള ആളുകളുടെയും ഏറ്റവും വലിയ ആശ്വാസമാണ്. പിന്നെ മുസ്ലിം ലീഗിന്റെ പ്രതിനിധി പാർലമെന്റിൽ എണീക്കുമ്പോൾ തന്നെ അതിന്റെ ഒരു ആവേശം എല്ലാവരും ഉൾക്കൊള്ളുന്നത് തീർച്ചയായിട്ടും നമുക്ക് അത് ഒരു കാലഘട്ടത്തിൽ നമുക്ക് മനസ്സിലാവും. ശരിയത്ത് ചോദ്യം ചെയ്ത സമയത്ത് ബഹുമാനപ്പെട്ട ഗുലാം മുഹമ്മദ് ബനാത്ത് കൊണ്ടുവന്ന ബില്ലാണ് അന്ന് രാജീവ് ഗാന്ധി അത് നിയമമാക്കി മാറ്റിയത്. നിർദ്ദേശം വെച്ചത് നിയമമാക്കി മാറ്റിയതാണ്. പിന്നെ എക്കാലത്തും നെഹ്റു ആണെങ്കിലും ആ കാലഘട്ടത്തിലൊക്കെ ഉണ്ടായിരുന്ന പ്രധാനമന്ത്രിമാർ ഇന്ത്യയിൽ മുസ്ലിം ലീഗിന്റെ ഒരു MP എണീറ്റ് നിന്നാൽ അത് ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ ശബ്ദമായിട്ട് കേൾക്കുകയും പരിഗണിക്കുകയും ചെയ്തിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. സമയം കൂടുതൽ കൊടുത്ത് ഇന്നിപ്പോൾ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായ ഒരു സാഹചര്യം. അത് പ്രത്യേകിച്ച് വർഗീയമായിട്ടുള്ള സംവിധാനത്തോടു കൂടി മുന്നോട്ട് പോകുമ്പോൾ അതിൻ്റെതായ പ്രയാസങ്ങൾ രാജ്യത്തുള്ള ന്യൂനപക്ഷങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷേ എന്നും ഒരാശ്വാസം മുസ്ലിം ലീഗാണ്. നമുക്കറിയാം, ഈ പിന്നെ വഖഫുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയമാകട്ടെ, അതുപോലെ പൗരത്വവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാകട്ടെ, ഇതിലൊക്കെ ആദ്യം കോടതിയിൽ പോണത്, സുപ്രീം കോടതിയിൽ പോകുന്നത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗാണ്. അതിന്റെ സ്റ്റേക്ക് കാരണമാകുന്നത് മുസ്ലിം ലീഗിന്റെ ഹർജിയാണ്. അപ്പൊ ആ തരത്തിൽ ഇന്നും ന്യൂനപക്ഷങ്ങൾക്കും പിന്നോക്കക്കാർക്കും ആശ്വാസം കിട്ടി നിൽക്കുന്ന പാർട്ടിയാണ്. കേരളക്കരയിൽ നമുക്കറിയാം, ഇവിടെ നിന്ന് നമ്മൾ നേടിയിട്ടുള്ള എല്ലാ വിദ്യാഭ്യാസ പുരോഗതിക്കും നിദാനം മുസ്ലിം ലീഗിന്റെ അസ്തിത്വം തന്നെയാണ്. പാലക്കാട് സയ്യിദന്മാരുടെ ഒരു നേതൃത്വം. അതേപോലെ തന്നെ നമുക്കറിയാം, വളരെ കുറഞ്ഞ 56 വയസ്സ് വരെ ജീവിച്ച ഒരു വ്യക്തിയാണ് CH മുഹമ്മദ്. അദ്ദേഹം കൈത് വെക്കാത്തൊരു മേഖലയില്ല. അദ്ദേഹം പ്രതിനിധാനം ചെയ്യാത്ത ഇപ്പോൾ കൗൺസിലറായിട്ടുണ്ട്, MLA ആയിട്ടുണ്ട്, MP ആയിട്ടുണ്ട്, സ്പീക്കറായിട്ടുണ്ട്, അതുപോലെ തന്നെ മന്ത്രിയായിട്ടുണ്ട്, ഉപമുഖ്യമന്ത്രി ആയിട്ടുണ്ട്, മുഖ്യമന്ത്രി വരെ ആയിട്ടുണ്ട്. ഈ ചെറിയ 56 വയസ്സ് കാലഘട്ടത്തിൽ എടുത്തു പറയേണ്ട ഒരു വ്യക്തിത്വമാണ്. കാരണം ഈ ഒരു കാലഘട്ടത്തിൽ മുസ്ലിം ലീഗിന്റെ ഒരു വാർഡ് കമ്മിറ്റി വാർഡ് മെമ്പർ പോലും ആവില്ല എന്ന കാലഘട്ടത്തിൽ മുഖ്യമന്ത്രി കസേരയിൽ വരെ ഇരുന്ന ഒരു വ്യക്തിത്വമാണ് CH മുഹമ്മദ്. ആഭ്യന്തര വകുപ്പ്, വിദ്യാഭ്യാസ വകുപ്പ് എന്ന് വേണ്ട എല്ലാ മേഖലയും എടുത്തു കൈകാര്യം ചെയ്യുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ഒരു ദീർഘദൃഷ്ടിയാണ് ഈ വിദ്യാഭ്യാസത്തിൽ ഇത്രയും വലിയ പുരോഗതി ഉണ്ടായത്. കാരണം അടിസ്ഥാനപരമായിട്ട് ഒരു സമൂഹത്തിന്റെ ഉയർത്തെഴുന്നേൽപ്പിന് വേണ്ടത് വിദ്യാഭ്യാസമാണ്. പാരാന്റെ വിറക് വെട്ടികളും വെള്ളം കോരികളുമായിട്ട് അകപ്പതിക്കുന്ന ഒരു സമൂഹമല്ല മുസ്ലിം സമുദായം എന്ന സന്ദേശം അത് ഉയർത്തി. അതോടൊപ്പം തന്നെ ഒരു സമുദായത്തിൻ്റെ അണുയിട പോലും ഞങ്ങൾക്ക് വേണ്ട, ഈ സമുദായത്തിൻ്റെ മൃതിനാരിട മറ്റുള്ളവർക്ക് വിട്ടുകൊടുക്കില്ല എന്ന് പ്രതിജ്ഞ ചെയ്ത് മുന്നോട്ട് പോയ വ്യക്തിത്വമാണ് അദ്ദേഹം. പിന്നെ എല്ലാ സ്ഥലങ്ങളിലും സ്കൂളുകൾ സ്ഥാപിച്ചു. ഇന്ന് ഈ കാണുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലൊക്കെ തുടക്കക്കാരൻ നമുക്കറിയാം, നമ്മളെ പെൺകുട്ടികളൊക്കെ ഒരുപാട് വിദ്യാഭ്യാസം മുന്നോട്ട് വന്നിട്ടുണ്ട്. പക്ഷെ ഒരു കുട്ടി പോലും സ്കൂളിലേക്ക് വരാതിരുന്ന ഒരു കാലഘട്ടം. ആ കാലഘട്ടത്തിൽ കുട്ടികൾക്ക് സ്കോളർഷിപ്പ്, പെൺകുട്ടികൾക്ക് സ്കോളർഷിപ്പ് കൊടുത്തിട്ട് അവരെ ആകർഷിച്ചിട്ട് അങ്ങനെ സ്കൂളിലേക്ക് കൊണ്ടുവന്ന് അവരാണ് ഇന്ന് ഈ വിദ്യാഭ്യാസത്തിൽ ഇന്ന് ലോകത്തിന്റെ നെറുകയിലെത്തി നിൽക്കുന്ന അവസ്ഥയിലേക്ക് എത്തിയത്. ഇപ്പോൾ പൈലറ്റ് കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടല്ലോ, വിമാനം പറത്തിയ കുട്ടി 10 വയസ്സാണ്. ആകാശത്തുള്ളൊരു നക്ഷത്രം അത് പിന്നെ കണ്ടെത്തിയിട്ടുള്ള ഒരു ശാസ്ത്രജ്ഞയായിട്ടുള്ള ഒരു വനിത. ഇതൊക്കെ ഈ സമുദായത്തിന്റെ ഒരു സംഭാവനയാണെങ്കിൽ അതിൻ്റെയൊക്കെ പിന്നിൽ ലീഗിന്റെ പ്രവർത്തനമാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു തീർച്ചയായിട്ടും വിദ്യാഭ്യാസത്തിന് അതേപോലെ പ്രാധാന്യം കൊടുത്തൊരു വ്യക്തിയാണ് സീതി സാഹിബ്. ഇതിന്റെ ഈ എല്ലാ സമൂഹത്തിലെ നമ്മളെ മുസ്ലിം സമുദായത്തിലെ അവാന്തര വിഭാഗങ്ങളൊക്കെ ഒറ്റക്കെട്ടായിട്ട് ഇപ്പോൾ സീതി സാഹിബ് ഒരു സലഫിയായിരുന്നു. അതേപോലെ തന്നെ ബാഫക്കി തങ്ങൾ സുന്നിയായിരുന്നു. ആ ബാഫക്കി തങ്ങളുടെ നേതൃത്വം ആവശ്യപ്പെട്ട് സീതി സാഹിബാണ്. അങ്ങനെ ബാഫക്കി തങ്ങൾ മുന്നോട്ട് വന്ന് ബാഫക്കി തങ്ങളാണ് CH കണ്ടെത്തിയത്. CH വ്യക്തിപരമായിട്ട് പിന്നെ പഠിക്കാൻ വേണ്ടി സ്കോളർഷിപ്പ് ഏർപ്പെടുത്തിയ കൂട്ടത്തിൽപ്പെട്ട ഒരാളാണ് CH. ആ ബാഫക്കി തങ്ങളുടെ സ്കോളർഷിപ്പ് സ്വന്തമായിട്ട് നൽകുന്ന സാമ്പത്തിക സഹായം ഗവൺമെന്റിന്റെ സാമ്പത്തിക സഹായം അങ്ങനെ ഉയർത്തിക്കൊണ്ടുവന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം. ആ ഒരു ബാഫക്കി തങ്ങൾ നേതൃത്വത്തിൽ വന്നപ്പോഴാണ് ഈ സമൂഹം മുസ്ലിം ലീഗിലേക്ക് വലിയ ഒഴുക്കുണ്ടായത്. കാരണം ആ രൂപത്തിൽ എല്ലാവരും ഏറ്റെടുത്തു. അങ്ങനെ ഈ നേതൃത്വമൊക്കെ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ കൂട്ടായിട്ട് പ്രവർത്തിച്ച് വലിയൊരു സംഘശക്തിയായിട്ട് നമുക്ക് ഈ പ്രസ്ഥാനത്തെ നിലനിർത്താൻ പ്രത്യേകിച്ച് കേരളത്തിൽ കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ് ഇന്നത്തെ വിദ്യാഭ്യാസ
സാമൂഹ്യ പുരോഗതിക്ക് നിദാനമായിട്ടുള്ളത്. CD സാഹിബ് തന്നെയല്ലേ MSF STUവിന്റെ സ്ഥാപക നേതാവ്? CD സാഹിബ് MSFന്റെയും അതുപോലെ തന്നെ STUവിന്റെയും രണ്ട് പോഷക ഘടകത്തിന്റെ സ്ഥാപക നേതാവ്. ബാഫക്കിത്തങ്ങള് പോയി നമുക്കറിയാം. പിന്നെ മതരംഗത്തും ഈ പട്ടിക്കാട് ജാമ്യ നൂരിയ ഉൾപ്പെടെയുള്ളത്, പിന്നെ സംസ്ഥയുടെ കെയറോഫിലുള്ള പിന്നെ ഇന്ന് 10,000-കണക്കിന് മദ്രസകളുണ്ട്. ആ മദ്രസ സംവിധാനത്തിന് തുടക്കം കുറിച്ചത് ബാഫക്കിത്തങ്ങൾ. അദ്ദേഹത്തിന്റെ ഒരു കാഴ്ചപ്പാടുകൊണ്ടാണ്. ലോകത്തെ എവിടെയും ഇത്തരം സിസ്റ്റം ഒരുപക്ഷെ ഉണ്ടായിക്കോണമെന്നില്ല. അത് കേരളത്തിലെ സംസ്ഥയുടെ മുകളിലുണ്ട്. സിസ്റ്റം പിന്നെ ബാഫക്കിത്തങ്ങളുടെ സംഭാവന നമ്മൾ എടുത്തു പറയേണ്ട ഒരു സംഭവമാണ്. ബാഫക്കിത്തങ്ങൾ ഒരു പ്രാവശ്യം പാർലമെന്റ് സന്ദർശിച്ചപ്പോ ഒരു അനുഭവം, ഒരു പിന്നെ സെക്യൂരിറ്റി സൂചിപ്പിച്ചത് ഏതോ നേതാക്കന്മാരുടെ സംസാരത്തിൽ കേട്ടിട്ടുണ്ട്. ബാഫക്കിത്തങ്ങൾ ചെന്നപ്പോ പിന്നെ സെക്യൂരിറ്റി മൂപ്പര് ചെന്നപ്പോ അത് മുട്ടു. പിന്നെ കാര്യമില്ലത്ത് പിന്നെ മറ്റേ ടിക്കറ്റ് എടുത്ത് ചെന്നപ്പോ ബാഫക്കിത്തങ്ങളെ കാണാനല്ല, ബാഫക്കിത്തങ്ങൾ ഉള്ളിലാണ്. അപ്പൊ സെക്യൂരിറ്റിയോട് ചോദിച്ചപ്പോ ഞാൻ മുഗൾ രാജാവ് വരികയാണെന്ന് കരുതി മൂപ്പര ആദ്യത്തെ ആ കോട്ടും തുണ്ടോ കണ്ടപ്പോ മൂപ്പരെ മാറിയിരുന്നു. മൂപ്പര് കയറിപ്പോയി. അത്രയും ആദ്യത്തുള്ള ഒരു തീർച്ചയായും നല്ല ഒരു പ്രഗത്ഭ മുഖത്ത് നോക്കി തന്നെ സൂര്യ തേജസ്സോടുകൂടെയുള്ള ഒരു പ്രഭാവം ഒക്കെ നേതാക്കളുടെ സംസാരത്തിൽ നമ്മൾ കേട്ടിട്ടുണ്ട്. വലിയ ബിസിനസ് അരിക്കച്ചവടം കാര്യങ്ങളൊക്കെ ആയിട്ട് തുടങ്ങി സമൂഹത്തിന്റെ നേതൃനിരയിലേക്ക് വരികയും അതിനെ പഠിച്ച അവരുടെ അടുത്തുള്ള ഒരു സ്വീകാര്യനായിട്ടുള്ള വ്യക്തിയായിട്ട് നല്ല ഒരു മുഖ്ലിസായ വ്യക്തിത്വം വരുന്നതിന് ഒരു വക്ത് പോലും ജീവിതത്തിലെ കലാകാരൻ പറഞ്ഞ് അങ്ങനെ പിന്നെ ഹജ്ജിന് പോയി നട്ടിപ്പിടിച്ചിട്ട് മരണം വരിച്ച അത്തരം നേതാക്കൾ പടുത്തുയർത്തിയ ഒരു പ്രസ്ഥാനമുണ്ട്. അതുപോലെ തന്നെ വലിയ സൂപ്പർവീരനായാലും കാര്യങ്ങളൊക്കെ അങ്ങനെ ആ പരമ്പരകൾ നോക്കുകയാണെങ്കിൽ എല്ലാ നിലക്കും പിന്നെ ഇസ്ലാമികമായിട്ടുള്ള ചുറ്റുപാടിലും അതേപോലെ തന്നെ വലിയ മതേതരവാദികളും ഒരു പൊതു സമൂഹത്തോടെ എങ്ങനെ ഇതുപോലത്തെ ഒരു ബഹുസ്വര സമൂഹത്തിൽ ജീവിക്കണമെന്ന് നമുക്ക് കാണിച്ചു തന്ന നേതാക്കളാണ് അവർക്ക്. ഇന്ന് നമുക്ക് നേതൃത്വം കൊടുക്കുന്ന പണക്കാട് കുടുംബമാകട്ടെ, പണക്കാട് സാദിഖലി ക്ഷേത്രങ്ങളാകട്ടെ ഒരു മാർഗത്തിൽ തന്നെ ആണ് നമ്മൾ നയിച്ചത്. തീർച്ചയായും എടുത്തു പറയേണ്ട. അതുപോലെ തന്നെ നമുക്ക് ഒരു പിന്നെ മുസ്ലിം ലീഗിന് കിട്ടാക്കനിയായിരുന്ന ഒരു കേന്ദ്രമന്ത്രി പദം അലങ്കരിക്കാൻ ഒരു ഭാഗ്യം സിദ്ധിച്ച എംഎസ് സാഹിബ്. അത് ഈ വേള നമ്മൾ പരാമർശിക്കേണ്ട തീർച്ചയായിട്ടും 2004 കാലഘട്ടത്തിലാണ് നമുക്ക് പിന്നെ എംഎസ് സാഹിബ് കേന്ദ്രമന്ത്രിയാണ്. അദ്ദേഹത്തിന് പറഞ്ഞ് കേരളത്തിലാകെ ഒറ്റ UDFന്റെ മന്ത്രി MP ഉണ്ടായിരുന്നു. അദ്ദേഹത്തെ കേന്ദ്രമന്ത്രിയാക്കിയിട്ട് അന്ന് സോണിയാഗാന്ധി കോൺഗ്രസ് നല്ലൊരു തീരുമാനമെടുത്തതാണ്. തീർച്ചയായിട്ടും അത് കോൺഗ്രസിന് നമുക്ക് ആ കാര്യത്തിൽ എടുത്തു പറയേണ്ട. കാരണം ആ ഒരു സമയത്ത് ഇനിയിപ്പോ അവസരം ഈ കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. എങ്കിൽ പോലും മുസ്ലിം ലീഗിനെ പരിഗണിച്ച് എംഎസ് സാഹിബിന്റെ ആ പ്രാഗൽഭ്യം, അദ്ദേഹത്തിന്റെ ആ ഒരു പ്രാഗൽഭ്യം വിദേശകാര്യവുമായി ബന്ധപ്പെട്ടിട്ട് ലോകത്ത് തന്നെ ഒരു പിന്നെ ചിത്രം മുസ്ലിം ലീഗിനെ സമ്മാനിച്ച ഒരു നേതാവ്. അതുപോലെ തന്നെ വിദേശകാര്യ വകുപ്പ് മന്ത്രിയായിട്ടും അതേപോലെ തന്നെ മറ്റേ ലോകരാജ്യങ്ങളോട് അദ്ദേഹത്തിന്റെ ഒരു നയം വ്യത്യസ്തമായിരുന്നു. പലസ്തീനിലെ യാസർ അറഫാത്ത് ഉൾപ്പെടെയുള്ള ആളുകളെ യുദ്ധമുള്ള സമയത്ത് പോയിച്ചത് എന്നുള്ളതൊക്കെ അദ്ദേഹത്തിന്റെ ഒരു നയപരമായിട്ടുള്ള രീതി എല്ലാവരും അംഗീകരിക്കപ്പെട്ടായിരുന്നു. ഇപ്പോൾ വാജ്പേയി പ്രധാനമന്ത്രിയായിരുന്ന സമയത്ത് പോലും UN-ലേക്ക് പ്രതിനിധിയായിട്ട് 12 പ്രാവശ്യം ഇന്ത്യന്റെ പ്രതിനിധിയായിട്ടുണ്ട്. വാജ്പേയി പ്രധാനമന്ത്രിയായിരുന്ന കാലത്ത് പോലും എംഎസ് സാഹിബിനെ വിട്ടിട്ടില്ല. 12 പ്രാവശ്യം. അങ്ങനെ അദ്ദേഹം പിന്നെ വിദ്യാഭ്യാസം കൈകാര്യം ചെയ്തിട്ടുണ്ട്, റെയിൽവേ കൈകാര്യം ചെയ്തിട്ടുണ്ട്, വിദേശ കാര്യം കൈകാര്യം ചെയ്തിട്ടുണ്ട്. ഈ 3 വകുപ്പുകൾ കൈകാര്യം ചെയ്തിട്ടുള്ള ഒരു കേന്ദ്രമന്ത്രി നമുക്ക് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ എല്ലാ നിലക്കും നമുക്ക് ഈ സമൂഹത്തിന് വലിയ ഉയർച്ച സമ്മാനിച്ച ഒരു കാലഘട്ടമാണ് കഴിഞ്ഞ ഈ 77 വർഷം മുസ്ലിം ലീഗ് ഉണ്ടാക്കി തന്നിട്ടുള്ളത്. തീർച്ചയായിട്ടും അത് നിലനിൽക്കലുള്ള ആവശ്യമാണ്. അതിനുവേണ്ടി ശക്തിപ്പെടുത്തൽ നമ്മുടെയൊക്കെ ഒരു കടമയാണ് എന്ന് മനസ്സിലാക്കിയിട്ട് ഈ പ്രസ്ഥാനത്തെ ശക്തിപ്പെടുത്താനും അതിൻ്റെ ഒരു അണിയായി മുന്നോട്ട് പോകാനും എല്ലാവരും പിന്നെ ഈ ഒരു സമയത്ത് ഈ മാർച്ച് മാസം 10-ാം തീയതി സ്ഥാപക ദിനവുമായി ബന്ധപ്പെട്ട് പ്രതിജ്ഞ എടുക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഒരിക്കൽ കൂടി ഈ സ്ഥാപക ദിനത്തിനുണ്ടാകുക, അതുപോലെ തന്നെ ഈ ഒരു സംവിധാനത്തിൻ്റെ ഒരു വീഡിയോ സംവിധാനത്തിനുണ്ടാകുന്ന ആശംസകൾ നമ്മൾ സാമൂഹിക. അപ്പോൾ ഇന്നത്തെ ചർച്ചയിൽ നമ്മൾ ഏകദേശം ചർച്ചയിലേക്ക് നാസർ സാഹിബ് വന്നു. ഏതായാലും പിന്നെ ഒരു 77 വർഷം പൂർത്തീകരിക്കുന്ന മുസ്ലിം ലീഗിന്റെ ഈ ഒരു കാലഘട്ടത്തിൽ ഊതിക്കാച്ചിയെ പൊന്നു പോലെ ഇന്ന് 77 വയസ്സായ ഒരാള് എങ്ങനെ ഉണ്ടാവും? പക്ഷെ അങ്ങനെയല്ല, തുടക്കം തൊട്ട്
എങ്ങനെയായിരുന്നു അതേ ഒരു പോയിന്റിൽ തന്നെ നിൽക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഇന്നും ഉറ്റുനോക്കുന്ന ഇന്നത്തെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഏറ്റവും ഉറ്റുനോക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമായി ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് പാർലമെന്റിൽ തികച്ചും ബഹുമാനനായ ടി മുഹമ്മദ് ബഷീർ സാഹിബിന്റെ നേതൃത്വത്തിൽ കൃത്യമായും അത് ഈ കായികമില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബ് എന്ത് തുടങ്ങി വെച്ചു അത് ടിയിലൂടെ ഇന്നത് വർത്തമാന കാലഘട്ടത്തിൽ CHനെ അനർത്ഥമാക്കുന്ന രീതിയിൽ ഇന്നും നമുക്കത് കൊണ്ടു നടക്കാൻ മുസ്ലിം ലീഗിന് നേരത്തെ നാസർ സാഹിബ് സൂചിപ്പിച്ചതുപോലെ തന്നെ പണ്ഡിതരും സൂഫി വര്യരും മറ്റ് പ്രമുഖ വ്യക്തിത്വങ്ങളും ഒരുപാട് എല്ലാം കൊണ്ടും അനുഗ്രഹീതമായ നേതാക്കളുടെ ഒരു പിൻബലം മുസ്ലിം ലീഗിന് അന്ന് തൊട്ട് ഇന്ന് വരെ ഉണ്ടായതിന്റെ ഒരു പ്രതിഫലനമാണ് ഇന്ന് നമ്മൾ കാലഘട്ടത്തിലൂടെ നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുമ്പോൾ ഏറ്റവും സന്തോഷകരമായ ഒരു അസ്തിത്വം എന്നുള്ളത് ആകെ സന്തോഷിക്കാൻ അനുഭവം സമ്മാനിച്ചത് എന്ന് കൂടി ഈ സമയത്ത് നടത്തിക്കൊണ്ട് ഇന്നത്തെ ഈ ഒരു 27 വർഷം നമ്മൾ എത്തി നിൽക്കുമ്പോൾ ആ ഒരു ചർച്ചയിൽ ബഹുമാനനായ AK നാസർ സാഹിബ് വളരെ കൃത്യമായി തന്നെ എല്ലാ കാര്യങ്ങളും പോയിന്റ് അടിച്ച് പ്രധാനമായ കാര്യങ്ങളൊക്കെ പാർലമെന്റുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ മറ്റു വിഷയങ്ങളിലൊക്കെ അദ്ദേഹം പോയിന്റ് സംസാരിച്ചു എന്ന് പ്രതീക്ഷിക്കുകയാണ്. ഏതായാലും ഇന്നത്തെ വീഡിയോയിൽ വളരെ കൃത്യമായി തന്നെ മുസ്ലിം ലീഗിന്റെ സ്ഥാപക ദിനം എന്നുള്ള നിലയ്ക്ക് നമ്മളെ പോയിന്റുകളൊക്കെ കൃത്യമായി സംസാരിച്ച് ഈ സമയം നമുക്ക് വേണ്ടി അനുവദിച്ച നാസർ സാഹിബിനെ വളരെ കൃത്യതയോടുകൂടെ തന്നെ മുസ്ലിം ലീഗിന്റെ എളിയ പ്രവർത്തകൻ എന്നുള്ള നിലയ്ക്ക് സർവ്വവിധ നന്ദിയും കടപ്പാടും അറിയിച്ചുകൊണ്ട് നമ്മുടെ ഈ മുസ്ലിം ലീഗ് രാഷ്ട്രീയ പ്രസ്ഥാനം ഖിയാമത്ത് നാൾ വരെ നിലനിൽക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോയുടെ പര്യവസാനിക്കുകയാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ജയ് മുസ്ലിം ലീഗ്.